ക്രൂരമായ അടിമത്തത്തിൽ നിന്ന് മോചനം പ്രാപിച്ച, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരൻ കുതിരപ്പുറത്ത് കയറാൻ കുനിഞ്ഞു നിന്ന് കൊടുത്ത ഇന്ത്യക്കാരന്റെ അധമ സാഹചര്യത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിട്ട് 80 വർഷം. അതും ഒരു സന്തോഷം. മൂന്നാമത്, കള്ളവുമില്ല, പുളിയുമില്ല, എള്ളോളമില്ല പുളിവചനം. എല്ലാവർക്കും സമത്വവും സ്വാതന്ത്ര്യവും ഭക്ഷണവും ആരോഗ്യവും എല്ലാവിധ ഐശ്വര്യവും ഇവിടെ സംജാതമാക്കുവാൻ തൻ്റെ ജീവനെ വിട്ടുകൊടുക്കേണ്ടി വന്ന മഹാമനസ്സുള്ള ഒരു മഹാബലിയുടെ ഓർമ്മ നാളുകൾ ഈ അടുത്ത ദിവസങ്ങളിൽ നബിദിനവും വരികയാണ്. വാസ്തവത്തിൽ നമുക്ക് സന്തോഷത്തിന് ഒരു കുറവുമില്ല പ്രിയരെ, ഒരു കുറവുമില്ല. എപ്പോഴും സന്തോഷമാണ്. പക്ഷേ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുമ്പോൾ നിങ്ങൾ എന്നോടുകൂടെ നിൽക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ജനിപ്പിച്ചു വളർന്ന അപ്പനെ കൊല്ലാൻ വേണ്ടി എടുത്താ പൊന്താത്ത കല്ലും കൊണ്ട് 13ഉം 14ഉം വയസ്സുള്ള പെങ്കൊച്ചും ആ പ്രായത്തിലുള്ളതിൻ്റെ കൂട്ടുകാരും കൂടി ഓടിച്ച വീടിൻ്റെ മണ്ടയ്ക്ക് വലിഞ്ഞു കയറി തട്ടുപൊളിച്ച് കല്ലുമായി ഇറങ്ങിയപ്പോൾ താഴെ മച്ച് കണ്ടു. അപ്പോൾ ആ പദ്ധതി നടന്നില്ല. ഏറിയ ദിവസങ്ങളിൽ പണിപ്പെട്ട് ഇന്നലെ ആ അപ്പനെ 13 വയസ്സുള്ള പെങ്കൊച്ചിന്റെ വഴിവരച്ച ജീവിതത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ച ആ പിതാവിനെ തല്ലിക്കൊന്നു കളയുവാൻ ഇടയായി. സന്തോഷമല്ലേ? എല്ലാവർക്കും സന്തോഷമാണ്. എലന്തൂർ എന്ന ദേശം നിങ്ങൾ ഓർമ്മയുണ്ടോ? ഐശ്വര്യം വരും, വെച്ചടി വെച്ചടി കയറ്റം വരും എന്ന് പറഞ്ഞ് അന്ധമായി അന്ധവിശ്വാസത്തിലേക്ക് നയിച്ച് 1-2 സ്ത്രീകളെ കൂട്ടക്കൊലയ്ക്ക് കൊടുത്ത നാട്. സന്തോഷമുണ്ട്, കേരളമായി, സ്വാതന്ത്ര്യം കിട്ടി, ഓണം വരുന്നു, നബിദിനം വരുന്നു. കേരളത്തിൽ എവിടെയാണ് സന്തോഷം? മദ്യം കഴിക്കാൻ കാശ് ചോദിച്ചിട്ട് കൊടുക്കാഞ്ഞിട്ട് ഇന്നലെ ആലപ്പുഴയിലും മിനിഞ്ഞാന്ന് കോഴിക്കോടും അപ്പനെയും അമ്മയെയും വളർത്തിയ പിതാവിനെയും വളർത്തിയ വയറ്റിലിട്ട് ചുമന്ന് വളർത്തിയ അമ്മയെയും കഞ്ചാവിനും ബീഡിക്കും പൈസ ഇല്ല എന്ന് പറഞ്ഞ് തല്ലിക്കൊന്നു കളഞ്ഞു. കേരളം സന്തോഷമാണോ? കേരളത്തിലൂടെ ഒരു പൂജ്യവും കൂടി ഇട്ടപ്പോൾ നമ്മുടെ ദാരിദ്ര്യം മാറിയോ? നമ്മുടെ ഗതികേട് മാറിയോ? ചെന്താമര എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടോ? ആരോ പറഞ്ഞു നല്ല നീണ്ട മുടിയുള്ള ഒരു സ്ത്രീ നിനക്കെതിരെ എന്തോ ചെയ്തിട്ടുണ്ട് എന്ന്. നേരം വിളിച്ച് നോക്കിയപ്പോൾ അയലോക്കങ്കാരി മിറ്റം നോക്കുന്ന ഭയങ്കര മുടി. ഇവള് തന്നെയാണ് എന്റെ ജീവിതത്തിന്റെ ശത്രു എന്ന് പറഞ്ഞ് അവളെ കൊലപ്പെടുത്തി ജയിലിൽ പോയി. ചെന്താമര പുറത്തു വന്നു. ചരിത്രം ഒരു കൊല, പലകൊല, 6 കൊല, കൂട്ടക്കൊല, കോടതി അവർ വെല്ലുവിളിക്കും. കേരളത്തിന്റെ ഒരു പൂജ്യവും കൂടി ഇട്ടു. ഓണം വന്നു, സന്തോഷം വന്നു. ഇതാണ് കേരളത്തിന്റെ അവസ്ഥ. ഭരണം മാറി 90 ദിവസം കഴിഞ്ഞപ്പോൾ 75 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവും MDMA-യും മാരകമായ വസ്തുക്കൾ ഇതിവിടെ കൊണ്ടുവന്നത് റേഷൻ കടയിലൂടെ വീടുകളിലെ പട്ടിണി മാറ്റാനല്ല, നമ്മുടെ തലമുറയെ മുഴുവൻ മുടിച്ച് നശിപ്പിച്ചില്ലെന്നാക്കി നമ്മുടെ മക്കളെ നമുക്ക് ഉപകാരമില്ലാത്തവരാക്കി തീർക്കാൻ കൊണ്ടുവന്ന സാധനമാണ്. അതിന് മുടക്കിയ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഈ കേരളത്തെ അടുത്ത 3 വർഷം എല്ലാ വീട്ടിലും എല്ലാവിധ ഭക്ഷണങ്ങളും ഫ്രൂട്ട്സും എല്ലാം കൊടുക്കാനുള്ള പണമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഭീകരമായ അവസ്ഥ. കഞ്ചാവ് വലിക്കുന്ന മനുഷ്യൻ, തമ്പാക്ക് ഉപയോഗിക്കുന്ന മനുഷ്യൻ, അവന്റെ മോണ പോയി, പല്ല് പൊഴിഞ്ഞു, അവന്റെ ആന്തരികതകളിലെല്ലാം കേടുപറ്റി വിറയലായി, തെളിവറിയാൻ തുടങ്ങി. ആടി നടക്കുമ്പോൾ അവന്റെ മനസ്സിൽ അവൻ ഒരു സിനിമാ നടനാണെന്ന് അവന് സ്വയമേ തോന്നി. ചുരുക്കി പറഞ്ഞാൽ നാട്ടുകാരുടെ കയ്യിൽ എന്റെ വിധികളെന്ന് പറഞ്ഞ് ആയുസെത്താതെ അവനിവിടെ തകർന്നു വീണ് ചോര കിട്ടി മരിക്കുകയാണ്. ആർക്കും വേണ്ടാത്ത കുറെ അധികം എണ്ണത്തിന് മെഡിക്കൽ കോളേജിന്റെ ചെന്നൈയിലും അവിടെ ഇവിടെ നമുക്ക് പോയി ആ കാണാം. മരണം കാത്ത് കിടക്കുകയാണ്. അവരെ ഇനി ആർക്കും വേണ്ട. ഈ MDMA എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്ന വ്യക്തി പിന്നെ 12 മാസത്തിലധികം ജീവിക്കുകയില്ല. ആദ്യം അടിക്കുമ്പോൾ അവന്റെ വിചാരം അവന് റോബോട്ടാണ്, അവന് രജനീകാന്താണ്, അവൻ ആരൊക്കെയോ ആണ് എന്ന് വിചാരിച്ച് അവൻ നാട്ടിലേക്ക് ഇറങ്ങും. 1 മാസം 2 മാസം കഴിയുമ്പോൾ പിഴിഞ്ഞ പഴമ്പുരം പോലെയാകും.
പിന്നെ ഗുണ്ടാ പ്രവർത്തനത്തിനും കോലിത്തല്ലിനും പോകും, തെറി പറയും, ഭാര്യയെ തല്ലും, പിള്ളേരെ തല്ലും, പാത്രങ്ങളെല്ലാം എടുത്തോണ്ട് വിൽക്കും, വണ്ടി എടുത്തോണ്ട് വിൽക്കും. എന്റെ വീടിന്റെ അടുത്ത് ഒരു എക്സ് മിലിറ്ററി വളരെ ബഹുമാന്യനായ ഇന്ത്യയുടെ പട്ടാളത്തിൽ സേവനം ചെയ്ത ഒരു ബഹുമാന്യ വ്യക്തി, പേര് ഉത്തമൻ, കയ്യിലെടുത്ത് അദനൻ, കുടിച്ച് 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 ന്യൂയോർക്കർ റെയിൽവേ സ്റ്റേഷനിൽ കൈവച്ച് പിടിക്കുവാൻ വളരെ സുഖം അടുത്ത് പലപ്പോഴും ഞാൻ ആ മനുഷ്യനെ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ചേലക്കരയുള്ളതിന്റെ വീട്ടിലേക്ക് ഞാൻ പോയി. കണ്ടവരോടെല്ലാം പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. എന്നുപറഞ്ഞ് ഞാൻ പറഞ്ഞിട്ട് പോകുക, അല്ലെങ്കിൽ ആ ബാംഗ്ലൂർ പോകാന്ന് പറഞ്ഞ ലാഘവത്തോടെ ഇഷ്ടംപോലെ കുട്ടികൾ വരയിൽ തങ്ങി അവിടെ ചെന്ന് കുടിച്ച് സ്വന്തം വീടിന്റെ ഭാനയിൽ തൂങ്ങി. ഇഷ്ടംപോലെ പെൻഷൻ, 2-3 വീട്, സുന്ദരന്മാരും സുന്ദരികളുമായ മക്കൾ എല്ലാം ഉണ്ട്. പേര് അതോ പറഞ്ഞതുപോലെ ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാടി. നമ്മുടെ നാട് നശിക്കുന്നത് വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ടാണോ? ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വൃത്തിയും ധ്വനിയും സ്റ്റാൻഡേർഡും പഠനവും പള്ളികളും ആരാധനാലയങ്ങളും ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളും ഭക്ഷണ സാധനങ്ങളും ഒക്കെ കിട്ടുന്ന ഏറ്റവും നല്ല സ്ഥലം കേരളമാണ്. കേരളം. അതുകൊണ്ടാണ് നവോത്ഥാന നായകന്മാർ പറഞ്ഞത്, ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂർവമാകണമെന്തരം അംഗം കേരളമെന്ന് കേട്ടാല് തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളില്ല. പക്ഷെ ഇപ്പൊ തിളയ്ക്കാൻ ചോരയില്ല. കാരണം അത് മുഴുവൻ ലഹരി കയറി, കഞ്ചാവ് കയറി, വീട് കയറി. അപ്പോൾ തന്നെ നമ്മൾ സന്തോഷത്തിന്റെ ആളുകളാണ്, ഉത്സവത്തിന്റെ ആളുകളാണ്. ഹിന്ദി में बोलता है केरला इसे देश त्योहार के देश എന്ന് പറയുന്നത് ആഘോഷങ്ങളുടെ നാടാണ്. ഒന്ന് മാറി ആമേ മാമാങ്കം വരും, മച്ചാട് മാമാങ്കം വരും, പെരുന്നാൾ വരും, റാസ വരും, വെടിക്കെട്ട് വരും, ഓണം വരും, ക്രിസ്മസ് വരും, എന്നും ആമയും ഉല്ലാസങ്ങളുടെ നാടാണ്. പക്ഷേ നിങ്ങൾക്കറിയാമോ, 85 പേര് ഒരു ദിവസം ആത്മഹത്യ ചെയ്യുന്ന നാടിന്റെ പേരും കൂടിയാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ പാർലമെന്റിൽ ഒരു 0 കൂടി ഇട്ടപ്പോൾ ഇതെല്ലാം മാറിയോ? മാറിയില്ല പ്രിയതി. ഇന്നലെയും മരണം നടന്നു. 85 പേർ ആത്മഹത്യ ചെയ്യുമ്പോൾ 16 പേര് സ്ത്രീകളാണ്. ഭർത്താക്കന്മാരുടെ പേര മദ്യപാനം, കൊടുത്തുവിട്ടാൻ കഴിയാത്ത കടബാധ്യത, മരുന്നുകൊണ്ട് മാറാത്ത രോഗം, മനുഷ്യരെല്ലാം നിരാശരായി 16 സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്ന 86 പേര് എല്ലാ ദിവസവും കുടിച്ചിരുന്ന ഒരു നാടുണ്ടെങ്കിൽ ആ നാടിന്റെ പേരും കൂടിയാണ് പേര് കേരള. ഇനി ഒരു 0 കൂടി എത്തുമ്പോൾ അത് കേരളമായി. എന്തല്ലേ നമ്മുടെ സർക്കാരിന്റെ ഒരു കോമഡി എന്നല്ലാതെ എന്താണ് പറയേണ്ടത്? പ്രിയരെ, നമ്മുടെ നാടിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ 13-15 വയസ്സിലുള്ള യുവാക്കന്മാർ, പെൺകുട്ടികൾ, അവർക്ക് നഷ്ടപ്പെടാൻ പാടില്ലാത്തത് പലതും നഷ്ടപ്പെടുത്തി ലഹരിക്കടിമയായി. ആമേൻ. നിങ്ങൾ ഓർക്കണം, മാതാ പിതാ ഗുരു ദൈവം എന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഗുരുക്കൾ, ആമേൻ, ജ്ഞാനം പറഞ്ഞു വരുന്നവർ. ഈ ദിവസങ്ങളിൽ കഞ്ചാവിന്റെ കോടിക്കണക്കിന് രൂപയുടെ കഞ്ചാവിന്റെ കച്ചവടത്തിൽ അറസ്റ്റിലായത് അധ്യാപകരാണ്. കഞ്ചാവ് ബിസിനസ് ചെയ്യുന്ന ഗുരുക്കന്മാരെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു തലമുറയെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു ഗുരു, പല ഗുരു, ഇപ്പൊ ഗുരുവായിട്ട് കൂട്ടമായി അറസ്റ്റ് നടക്കുകയാണ്. എനിക്ക് ഏറ്റവും ഒറ്റയ്ക്കിരുന്ന് ചിരിക്കാൻ പ്രേരണ തോന്നിയത് 3 മാസം മുമ്പ് മദ്യവർജനത്തിനെതിരെ പ്രസംഗിച്ച പല നേതാക്കന്മാരും കൂട്ടമായി അറസ്റ്റ് വരിക്കുകയാണ്. പോക്കറ്റിൽ നിന്ന് കഞ്ചാവ്, കാറിനകത്തുനിന്ന് ലഹരി എന്ന് വേണ്ട. ഈ നാട് നവോത്ഥാന നായകന്മാർ, വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത് പ്രാന്താരനാണ് എന്ന് അദ്ദേഹം പറയുവാൻ തക്കവണ്ണം ഇടയായി.